ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം പുളിങ്ങോം, നവജ്യോതി കോളേജ് NSS യൂണിറ്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കോലുവള്ളി ടൗണിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും ജീവൻ രക്ഷാ പരിശീലനവും ഫ്ലാഷ് മോബും നടത്തി. ചടങ്ങ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീമതി ജോയ്സി ഷാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീരാഗ് വിഷയാവതരണവും ജീവൻ രക്ഷാ പരിശീലനവും നടത്തി. ഫാദർ ജോയ്സ് തോമസ്, MK ബാലചന്ദ്രൻ മാസ്റ്റർ, മഞ്ജുഷ KV, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ്, മനീഷ ML, സൈറ T മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തലമുറ കടന്നുകൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾക്കോ വേണ്ട ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, അതുപോലെ ഒരു വ്യായാമമില്ലാത്ത ജീവിതം, പുകവലി, അതുപോലെ മദ്യപാനം, മറ്റു പല അഡിഷൻ രൂപങ്ങൾ, ഇതെല്ലാം ബാധിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളൊക്കെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. ഒക്ടോബർ 2 കൊണ്ട് മാത്രം അവസാനിക്കുന്ന പരിപാടിയല്ല, ഡിസംബർ 30 വരെ അത് നീണ്ടു നിൽക്കുകയാണ്. അത് മുഴുവൻ ക്ലീനിങ് ആണ് എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാ ദിവസവും റോഡ് വൃത്തിയാക്കുക, കടകളുടെ മുൻഭാഗവും പിൻഭാഗവും വൃത്തിയാക്കുക, അല്ലെങ്കിൽ കാന വൃത്തിയാക്കുക, അതാണെന്ന് വിചാരിക്കുകയേ വേണ്ട. നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലായി ഈ പരിപാടികൾ ആരംഭിച്ചുവെങ്കിലും, വളരെ ഗൗരവതരത്തിൽ ആരംഭിച്ചുവെങ്കിലും, ഇനിയും ജനങ്ങളുടെ മാനസിക നില അതിനനുകൂലമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുറച്ചാളുകൾ വളരെ ഭംഗിയായി ഇത്തരം കാര്യങ്ങളോടൊക്കെ സഹകരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പലതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ലോകാരോഗ്യ സംഘടന ഇന്നത്തെ ദിവസം, ശരിക്കും ദിവസം നാളെയാണ്, സെപ്റ്റംബർ 29 വേൾഡ് ഹെർട്ട് ഡേ. പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ആളുകളെ ഇത്തരം ശീലങ്ങളും പെട്ടെന്നൊരാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കുഴഞ്ഞു വീണാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഡാൻസ്, അതുപോലുള്ള കുറച്ച് കലാപരിപാടികളും, അത് കഴിഞ്ഞ് കോലുവള്ളി ടൗൺ ശുചീകരണവുമാണ് ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ. വളരെ പെട്ടെന്നാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. എന്നാലും നമുക്കറിയാം, ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് നമ്മുടെ നവജ്യോതി കോളേജിന്റെ NSSന്റെ ടീം അംഗങ്ങളാണ്. അവര് നിങ്ങൾക്ക് മനോഹരമായ ഇന്നത്തെ നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തില് നമുക്കറിയാം, ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു സംഭവമാണ് ക്യാൻസറും. അതോടൊപ്പം അതിനേക്കാളുപരി ഇപ്പൊ നമ്മൾക്കറിയാം, ഓരോരുത്തർ കുഴഞ്ഞു വീഴുന്നു, മരണത്തിന് പെട്ടെന്നുള്ള അറ്റാക്ക്. അതിനെ അഭിമുഖീകരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ മനോഹരമായ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾക്ക് ടൗണും കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിത ശൈലികൾ മൂലം തന്നെ നമ്മൾക്ക് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് എന്നിവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നവജ്യോതി കോളേജിന്റെ NSS യൂണിറ്റ് കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയും ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. അതിലൂടെ ഹൃദയാരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകാൻ പോകുന്നത്. അപ്പൊ ഈ 2 പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ദന്തചികിത്സാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ്, ദന്തക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ, ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നമ്പ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു. റൂട്ട് കനാൽ,
കുട്ടികളുടെ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി, ദന്ത ക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ, നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ, ഓറൽ സർജറി, ദന്തൽ എക്സ്റേ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 9446524809. ശാന്തി ഡെന്റൽ ക്ലിനിക്, പ്രശാന്ത് ബിൽഡിംഗ്, ചെറുപുഴ.